നമസ്കാരം. ദാമ്പത്യമെന്നത് രണ്ട് മനസ്സുകൾ ചേർന്നൊരുക്കുന്ന മനോഹരമായ ഒരു കൂടാണ്. സ്നേഹവും പരസ്പര വിശ്വാസവുമാണ് അതിന്റെ ഊടും പാവും. എന്നാൽ ചിലപ്പോൾ ആ കൂടിന്റെ ഊഷ്മളത കുറയുന്നത് നാം അറിയാതെ പോകുന്നു. പുറമേക്കെല്ലാം ഭംഗിയായിരിക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ അസംതൃപ്തിയുടെ ഒരു മൗനം പടർന്നിട്ടുണ്ടാകാം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഈ അപകടകരമായ നിശബ്ദതയെക്കുറിച്ചാണ്. ഒരു ഭാര്യയ്ക്ക് തന്റെ ഭർത്താവിനോടുള്ള അതൃപ്തി വാക്കുകളായി പുറത്തു വരുന്നതിനു മുൻപ് അത് അവരുടെ പെരുമാറ്റത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്നു. ഈ സൂചനകൾ തിരിച്ചറിയേണ്ടത് പരസ്പരം വിരൽ ചൂണ്ടാനല്ല, മറിച്ച് ആഴത്തിലുള്ള പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും ഒരുപക്ഷെ ആ ബന്ധത്തെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാനുമാണ്. ഈ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 1. നിശബ്ദതയുടെ മതിൽ. തുടർച്ചയായ വഴക്കുകൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും ശേഷം വരുന്ന ഘട്ടമാണിത്. അവൾ ഭർത്താവുമായി പൂർണ്ണമായും സംസാരം നിർത്തുന്നു. എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുകയും ഭർത്താവിൽ നിന്ന് പൂർണ്ണമായും അകലം പാലിക്കുകയും ചെയ്യും. ഒരു മുറിയിൽ രണ്ട് അപരിചിതരെപ്പോലെ അവർ ജീവിക്കാൻ തുടങ്ങും. ഇത് വെറുമൊരു മൗനമല്ല, മറിച്ച് അതൊരു നിശബ്ദമായ ആക്രമണമാണ്. ചോദ്യങ്ങൾക്ക് ഒറ്റ വാക്കിൽ ഉത്തരം നൽകുകയോ തലയാട്ടുകയോ മാത്രം ചെയ്യും. ആ വീട്ടിലെ മൗനം ഭയാനകമായി അനുഭവപ്പെടും. അവൾ തന്റെ ദിവസത്തെക്കുറിച്ചോ സന്തോഷങ്ങളെക്കുറിച്ചോ സങ്കടങ്ങളെക്കുറിച്ചോ പങ്കുവെക്കുന്നത് പൂർണ്ണമായും നിർത്തും. താനൊരു പ്രേതത്തോടൊപ്പമാണോ ജീവിക്കുന്നതെന്ന് ഭർത്താവിന് തോന്നിത്തുടങ്ങും. നിങ്ങളെന്റെ ലോകത്തിപ്പോൾ നിലനിൽക്കുന്നില്ല എന്നതിന്റെ വ്യക്തമായ സന്ദേശമാണിത്. ഓരോ ദിവസം കഴിയുന്തോറും ഈ മതിലിനുയരം വെച്ചുകൊണ്ടേയിരിക്കും. അവൾ ശാരീരികമായി അവിടെയുണ്ടാകും, പക്ഷെ മനസ്സുകൊണ്ട ബഹുദൂരമകലെയായിരിക്കും. ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതിനേക്കാൾ വേദനാജനകമാണ് ഈ മൗനം കൊണ്ടുള്ള അവഗണന. 2. സ്നേഹപ്രകടനങ്ങളുടെ അന്ത്യം. ബന്ധത്തിന്റെ തുടക്കത്തിലുണ്ടായിരുന്ന സ്നേഹവും അടുപ്പവും പൂർണ്ണമായും വറ്റിപ്പോകുന്നു. സ്നേഹത്തോടെയുള്ള ഒരു നോട്ടമോ ആലിംഗനമോ ചുംബനമോ ഇല്ലാതാകും. ഒരു ബന്ധത്തെ നിർവചിക്കുന്ന ചെറിയ സ്പർശനങ്ങൾ പോലും അപ്രത്യക്ഷമാകും. കൈകളിൽ വെറുതെ പിടിക്കുന്നതോ തോളിൽ തട്ടുന്നതോ സോഫയിൽ ചേർന്നിരിക്കുന്നതോ എല്ലാം ഓർമ്മകൾ മാത്രമാകും. ഭർത്താവ് സ്നേഹത്തോടെ ഒന്ന് തൊടാൻ ശ്രമിച്ചാൽ അവൾ അറിയാതെ തന്നെ പിൻവലിയുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യും. ശാരീരികമായ അടുപ്പം അവൾക്ക് വെറുമൊരു കടമയായി മാറും. തലവേദന, ക്ഷീണം, തിരക്ക് തുടങ്ങിയ സ്ഥിരമൊഴികഴിവുകൾ പറഞ്ഞ് അതിൽ നിന്നൊഴിഞ്ഞു മാറും. കിടപ്പുമുറിയൊരു തണുത്തുറഞ്ഞ യുദ്ധഭൂമിയായി മാറും, അല്ലാതെ സ്നേഹം പങ്കുവയ്ക്കാനുള്ള ഇടമല്ലാതാകും. ഈ വൈകാരിക അകലം വളരെ പ്രകടമായിരിക്കും. അവൾ മറ്റുള്ളവരോട് ചിരിച്ചും കളിച്ചും സംസാരിക്കുമ്പോഴും ഭർത്താവിനോട് നിർവികാരമായി പെരുമാറും. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന വാക്കവൾ മറന്നുപോകും. ഈ സ്നേഹമില്ലായ്മ ഭർത്താവിന് താൻ ഒന്നിനും കൊള്ളാത്തവനാണ്, ആർക്കും വേണ്ടാത്തവനാണ് എന്ന തോന്നലുണ്ടാക്കും. 3. എനിക്ക് നിങ്ങളെ വേണ്ട എന്ന മനോഭാവം. ഭർത്താവിൽ നിന്ന് അകലാൻ ആഗ്രഹിക്കുന്ന സ്ത്രീ ഭർത്താവിനെ ഒരു കാര്യത്തിനും ആശ്രയിക്കാതെ എല്ലാ കാര്യങ്ങളിലും സ്വയം പര്യാപ്തിയാകാൻ ശ്രമിക്കും. ഇത് സാമ്പത്തികമായി സ്വന്തം കാലിൽ നിൽക്കുന്നത് മാത്രമല്ല, മറിച്ച് വൈകാരികമായും ഭർത്താവിൽ നിന്ന് പൂർണ്ണമായും അകലം പാലിക്കലാണ്. മുൻപ് ഭർത്താവിനോട് ചോദിച്ചു ചെയ്തിരുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും അവൾ അദ്ദേഹത്തിന്റെ സഹായം തേടാതെയാകും. കുട്ടികളുടെ പഠനം, വലിയ സാമ്പത്തിക ഇടപാടുകൾ തുടങ്ങിയ പ്രധാന തീരുമാനങ്ങൾ പോലും ഭർത്താവിനോട് ആലോചിക്കുകയോ അഭിപ്രായം ചോദിക്കുകയോ ചെയ്യാതെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം ചെയ്യും. എനിക്കെന്റെ കാര്യങ്ങൾ നോക്കാനറിയാം, എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല എന്നവൾ വാക്കിലും പ്രവൃത്തിയിലും തെളിയിച്ചുകൊണ്ടേയിരിക്കും. ഈ അമിത സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ ഒരു പ്രതിരോധമാണ്. ദാമ്പത്യത്തിനുള്ളിൽ നിന്നുകൊണ്ടുതന്നെ തന്റേതു മാത്രമായ ഒരു പുതിയ ജീവിതം അവൾ കെട്ടിപ്പടുക്കുകയാണ്. ഒരുപക്ഷെ ആ ബന്ധത്തിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങിപ്പോകാനുള്ള ഒരു തയ്യാറെടുപ്പ്. ഭർത്താവ് എന്ന സ്ഥാനത്ത് നിന്ന് കൂടെ താമസിക്കുന്ന ഒരാൾ എന്ന നിലയിലേക്ക് പുരുഷൻ തരം താഴ്ത്തപ്പെടുന്നു. 4. താരതമ്യത്തിന്റെ കൂരമ്പുകൾ. ഭർത്താവിൽ തൃപ്തിയില്ലാത്ത ഭാര്യയുടെ ഏറ്റവും വേദനിപ്പിക്കുന്ന ലക്ഷണങ്ങളിൽ ഒന്നാണിത്. അവൾ ഭർത്താവിനെ മറ്റു പുരുഷന്മാരുമായി നിരന്തരം താരതമ്യം ചെയ്യും. അപ്പുറത്തെ വീട്ടിലെ ആളെ കണ്ടോ, ഭാര്യയ്ക്ക് പുതിയ കാറ് വാങ്ങിക്കൊടുത്തു, എന്റെ കൂട്ടുകാരിയുടെ ഭർത്താവ് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നു, നിങ്ങൾക്കൊരു പൂ വാങ്ങിത്തരാൻ പോലും അറിയില്ലല്ലോ എന്നിങ്ങനെയുള്ള സംസാരത്തിലൂടെ ഭർത്താവിന്റെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കും. ഇത് വെറും നിരീക്ഷണങ്ങളല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ കഴിവിനും മൂല്യത്തിനും നേരെയുള്ള നേരിട്ടുള്ള ആക്രമണങ്ങളാണ്. അവൾ ഭർത്താവിന്റെ പരാജയങ്ങളെ പർവ്വതീകരിക്കുകയും മറ്റു പുരുഷന്മാരുടെ വിജയങ്ങളെ മാത്രം ഉയർത്തിക്കാട്ടുകയും ചെയ്യും. അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ അവൾ സൗകര്യപൂർവ്വം മറന്നുകളയും. തനിക്ക് കിട്ടിയ പങ്കാളി തന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല എന്ന നിരാശ പ്രകടിപ്പിക്കാനുള്ള ഒരു മാർഗമാണിത്. ഒരിക്കലും എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത ഒരു പെർഫെക്ഷൻ നിലവാരവുമായി അവൾ ഭർത്താവിനെ താരതമ്യം ചെയ്യും. ഇത് പതിയെ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം തകർക്കുകയും താൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന തോന്നലുണ്ടാക്കുകയും ചെയ്യും. 5. എന്തിനും ഏതിനും കുറ്റപ്പെടുത്തൽ. ഭർത്താവ് എന്തു ചെയ്താലും എന്തു പറഞ്ഞാലും അതിലെല്ലാം കുറ്റം മാത്രം കണ്ടെത്തുന്ന ഒരു രീതിയാണിത്. ഭർത്താവ് ഭക്ഷണം കഴിക്കുന്ന രീതി, വണ്ടി ഓടിക്കുന്ന രീതി, സംസാരിക്കുന്ന രീതി തുടങ്ങിയെല്ലാം അവൾക്ക് അരോചകമായി തോന്നും.
അവളുടെ കണ്ണിൽ അദ്ദേഹത്തിന് ഒന്നും ശരിയായി ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്ന കാര്യങ്ങളെപ്പോലും കഴിവുകേടയായോ ദുരുദ്ദേശപരമായോ അവൾ വ്യാഖ്യാനിക്കും. അത്താഴത്തിനെന്താണ് എന്നൊരു സാധാരണ ചോദ്യത്തിന് നിങ്ങൾക്ക് കണ്ടുകൂടെ, ഞാനിവിടെ തിരക്കിലാണെന്ന്, നിങ്ങളെക്കൊണ്ടൊരു സഹായവുമില്ലല്ലോ എന്ന മറുപടിയായിരിക്കും ലഭിക്കുക. ഈ അമിതദേഷ്യം വീട്ടിലൊരു ഭയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കും. എന്തു പറഞ്ഞാലാണ് വഴക്ക് തുടങ്ങുക എന്നോർത്ത് ഭർത്താവ് മുൾമുനയിൽ നിൽക്കാൻ തുടങ്ങും. ഇത് തെറ്റുതിരുത്താനുള്ള വിമർശനമല്ല, മറിച്ച് വ്യക്തിഹത്യയാണ്. ബന്ധത്തിലെ തന്റെ അസംതൃപ്തി മുഴുവൻ ബന്ധമില്ലാത്ത ചെറിയ കാര്യങ്ങളിലൂടെ അവൾ പുറത്തുവിടുകയാണ്. 6. രഹസ്യങ്ങളുടെ ലോകം. ദാമ്പത്യത്തിന്റെ അടിത്തറ സുതാര്യതയാണ്. എന്നാൽ ഇവിടെ ഭാര്യ സ്വന്തമായി രഹസ്യങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നു. സ്വന്തം ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും എവിടെ പോയാലും ആരെ കണ്ടാലും അതൊന്നും ഭർത്താവിനോട് തുറന്നു പറയില്ല. സ്വന്തം ഫോണിന് പാസ്വേഡ് ഇട്ട് ഭർത്താവിൽ നിന്ന് അത് മറച്ചുവെക്കും. ഫോൺ ഒരു നിമിഷം പോലും കയ്യിൽ നിന്ന് താഴെ വയ്ക്കുകയുമില്ല. ഭർത്താവ് മുറിയിലേക്ക് വരുമ്പോൾ ഫോൺ പെട്ടെന്ന് മറച്ചു പിടിക്കുകയോ മറ്റൊരു മുറിയിൽ പോയി രഹസ്യമായി സംസാരിക്കുകയോ ചെയ്യും. ചോദിച്ചാൽ അതൊക്കെ പേഴ്സണൽ കാര്യമാണ് എന്ന മറുപടി നൽകും. ഭർത്താവിന് പ്രവേശനമില്ലാത്ത ഒരു സ്വകാര്യ ലോകം അവൾ പണിതുയർത്തുകയാണ്. മറ്റൊരാളുമായി ബന്ധമില്ലെങ്കിൽ പോലും ഇത് രഹസ്യാത്മകത വിശ്വാസത്തെ ഏൽപ്പിക്കുന്ന വലിയ മുറിവാണ്. അവൾ വൈകാരികമായി ആ ബന്ധത്തിൽ നിന്ന് ചെക്കൌട്ട് ചെയ്യുകയാണ്. തന്റെ മനസ്സ് തുറക്കാനുള്ള സുരക്ഷിതമായ ഇടമായി അവൾ ഭർത്താവിനെ കാണുന്നില്ല. 7. അടിയറ്റുപോകുന്ന ബഹുമാനം. ഭർത്താവിന് നൽകിയിരുന്ന എല്ലാ ബഹുമാനവും നഷ്ടപ്പെടുന്നു. ഇത് പെരുമാറ്റത്തിൽ ധിക്കാരവും അഹങ്കാരവുമായി പ്രകടമാകും. ഭർത്താവ് പറയുന്ന കാര്യങ്ങൾക്കോ അഭിപ്രായങ്ങൾക്കോ യാതൊരു വിലയും കൽപ്പിക്കാതെ പരസ്പരം ബഹുമാനം നഷ്ടപ്പെട്ട് അദ്ദേഹത്തെ തന്റെ മുന്നിൽ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കും. അഭിപ്രായങ്ങളെയും സ്വപ്നങ്ങളെയും ജോലിയെയും വരെ അവൾ പരസ്യമായി പുച്ഛിക്കും. തമാശരൂപേനുള്ള കൊച്ചാക്കലുകളിലൂടെയും മൂർച്ചയുള്ള വാക്കുകളിലൂടെയും അവൾ അദ്ദേഹത്തെ വേദനിപ്പിക്കും. ഒരു പങ്കാളി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ എല്ലാ അധികാരവും അവൾ ഇല്ലാതാക്കും. തന്നെക്കാൾ താഴെയുള്ള ഒരാളായാണ് അവൾ ഭർത്താവിനെ പരിഗണിക്കുന്നത്. ഒരു ബന്ധം നിലനിൽക്കാൻ സ്നേഹത്തേക്കാൾ അത്യാവശ്യം ബഹുമാനമാണ്. അതില്ലാതാകുന്നത് ഏറ്റവും അപകടകരമായ ലക്ഷണമാണ്. 8. മറ്റുള്ളവരുടെ മുന്നിൽ അപവാദം. വീട്ടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിയിരുന്ന അതൃപ്തി പുറം ലോകത്തേക്കെത്താൻ തുടങ്ങും. ഭാര്യ തന്റെ ഭർത്താവിനെക്കുറിച്ച് സുഹൃത്തുക്കളോടും സ്വന്തം വീട്ടുകാരോടും മോശമായി സംസാരിക്കാനും അപവാദം പറയാനും തുടങ്ങും. ഭർത്താവിനെ ഒരു കഴിവില്ലാത്തവനോ മോശക്കാരനോമായി മറ്റുള്ളവരുടെ മുന്നിൽ ചിത്രീകരിക്കും. തന്റെ ജീവിതത്തിലെ വില്ലൻ ഭർത്താവാണെന്ന് അവൾ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കും. സുഹൃത്തുക്കളോട് അദ്ദേഹത്തിന്റെ റൊമാൻസ് ഇല്ലായ്മയെക്കുറിച്ചും വീട്ടുകാരോട് അദ്ദേഹത്തിന്റെ വരുമാനത്തെക്കുറിച്ചും പരാതി പറയും. സ്വയം ഒരു ഇരയായി ചിത്രീകരിച്ച് മറ്റുള്ളവരുടെ സഹതാപം നേടാൻ അവൾ ശ്രമിക്കും. ഇത് ഭർത്താവിന്റെ സൽപ്പേര് നശിപ്പിക്കുമെന്ന് മാത്രമല്ല, അവർക്കിടയിലെ പ്രശ്നങ്ങൾ സ്വകാര്യമായി പരിഹരിക്കുന്നത് അസാധ്യമാക്കുകയും ചെയ്യും. ഭർത്താവിനെതിരെ അവൾ മറ്റുള്ളവരെ തന്റെ പക്ഷം ചേർക്കുകയാണ്. പ്രശ്നം പരിഹരിക്കാനല്ല, മറിച്ച് ഭർത്താവാണ് പ്രശ്നം എന്ന് തെളിയിക്കാനാണ് അവൾ ശ്രമിക്കുന്നത്. 9. പുതിയ സുഹൃത്തുക്കളും ലോകവും. ഭർത്താവുമായി സംസാരിക്കാനോ സമയം ചെലവഴിക്കാനോ താൽപ്പര്യമില്ലാതാകുമ്പോൾ ആ വൈകാരികമായ ശൂന്യത നികത്താൻ അവർ പുതിയ സുഹൃത്തുക്കളെ തേടിപ്പോകും. അത് ആൺ സുഹൃത്തുക്കളോ പെൺ സുഹൃത്തുക്കളോ ആകാം. ഭർത്താവിനെ പൂർണ്ണമായും അവഗണിച്ച് സോഷ്യൽ മീഡിയയിലോ പുതിയ ഹോബികളിലോ മറ്റു കൂട്ടായ്മകളിലോ അവർ അഭയം തേടും. തന്നെ മനസ്സിലാക്കുന്ന പുതിയ സുഹൃത്തുക്കളുടെ സന്ദേശങ്ങൾ കൊണ്ട് അവളുടെ ഫോൺ നിറയും. ഭർത്താവിനോട് സംസാരിക്കുന്നതിനേക്കാൾ സന്തോഷം അവൾ സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകളിൽ കണ്ടെത്തും. ഇതൊരു സാധാരണ സുഹൃത്തല്ല, മറിച്ച് ഭർത്താവിന് പകരമായി മറ്റൊരു ലോകം പണിയുകയാണ്. സ്നേഹവും അംഗീകാരവും ആവേശവും അവൾ ദാമ്പത്യത്തിന് പുറത്ത് തേടാൻ തുടങ്ങും. ഇത് പലപ്പോഴും വൈകാരികമായതോ ശാരീരികമായതോ മറ്റു ബന്ധങ്ങളിലേക്കുള്ള ആദ്യ ചുവടുവെപ്പായി മാറുകയും ചെയ്യാം. ഈ ലക്ഷണങ്ങൾ കേൾക്കുമ്പോൾ ഇതെന്റെ ജീവിതത്തിലാണോ എന്ന് ചിന്തിച്ച് ആരും ഭയപ്പെടേണ്ടതില്ല. ഇതാരെയും മോശക്കാരാക്കാനോ കുറ്റപ്പെടുത്താനോ വേണ്ടിയല്ല. ഒരു ബന്ധത്തിൽ അസംതൃപ്തി ഉണ്ടാകുന്നത് ഒരുപക്ഷേ ഭർത്താവിന്റെ ഭാഗത്തുള്ള വീഴ്ചകൾ കൊണ്ടാകാം, അല്ലെങ്കിൽ ഭാര്യയുടെ കാഴ്ചപ്പാടിലെ പ്രശ്നങ്ങൾ കൊണ്ടാകാം. കാരണം എന്തുമാകട്ടെ, ഈ ലക്ഷണങ്ങൾ ഒരു അപായ സൂചനയാണ്. ഇത് തിരിച്ചറിയുന്നതിലൂടെ ആ ബന്ധം പൂർണ്ണമായും തകരുന്നതിനു മുൻപ് ഇടപെടാൻ നമുക്കൊരു അവസരം ലഭിക്കുന്നു. ഏറ്റവും പ്രധാനം ഈ മൗനം ഭേദിച്ച് പരസ്പരം സംസാരിക്കുക എന്നതാണ്. എന്താണ് സംഭവിച്ചതെന്ന് തുറന്നു ചോദിക്കാനും പ്രശ്നങ്ങൾ ഒരുമിച്ച് പരിഹരിക്കാനും ശ്രമിച്ചാൽ ഒരുപക്ഷെ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ സ്നേഹവും സന്തോഷവും വീണ്ടെടുക്കാൻ സാധിച്ചേക്കും. ഈ സൂചനകൾ അതിനൊരു തുടക്കമാകട്ടെ. ഇതുപോലുള്ള ജീവിതഗന്ധിയായതും ചിന്തനീയവുമായതുമായ കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായി ചാണക്യ വിഷൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നന്ദി.